1982 പുറത്തിറങ്ങിയ ഒരു മലയാളം സിനിമയുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നാണ് അതിൻ്റെ പേര്. കുമാരനാശാൻ്റെ മാറ്റുവിൻ ചട്ടങ്ങളെ എന്നുള്ള കവിത അതിൻ്റെ ആശയമെടുത്തിട്ടാണ് സിനിമ തന്നെ. ഒരു യുവാവിൻ്റെ തൻ്റെ മുമ്പിൽ വെച്ച് കൊല്ലപ്പെട്ട മാതാപിതാക്കളുടെ കുറ്റക്കാരെ, ഘാതകരെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ കുറ്റാന്വേഷകർ വരുത്തുന്ന വീഴ്ച കണ്ടിട്ട് മനമെടുത്ത് അവസാനം ഈ ഘാതകരെ താൻ തന്നെ വകവരുത്തണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി ജീവിതം മുഴുവൻ അതിനായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യുവാവിൻ്റെ ഗദ്ഗതം. ആ ഗദ്ഗതത്തിൻ്റെ കാരണം ഇന്നത്തെ നീതി ന്യായ വ്യവസ്ഥകളുടെ മെല്ലെപ്പോക്കും അല്ലെങ്കിൽ അതിൻ്റെ അവരുടെ പോരായ്മകളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമയുമാണ്, ഒരു പാട്ടുമാണ്. അപ്പോൾ കുമാരനാശാൻ ഒരു നൂറ്റാണ്ട്, 1.5 നൂറ്റാണ്ട് മുമ്പ് പാടിയൊരു പാട്ടാണല്ലോ അത്, കവിതയാണല്ലോ അത്, ചട്ടങ്ങൾ മാറ്റാൻ പറഞ്ഞിട്ട്. അതിൻ്റെ ആ പശ്ചാത്തലത്തിലാണ് യേശുദാസ് പാടുന്ന ഈ പാട്ടിനകത്ത് പല്ലനയാറ്റിനെ കുറിച്ച് റെഫർ ചെയ്യാനുണ്ടായ കാരണം. പല്ലനയാറ്റിൽ നിന്നും മുഴങ്ങും ആ പല്ലവി കേട്ടുവോ ന്യായാസനങ്ങളെ എന്നാണ് ഈ യുവാവ് ചോദിക്കുന്നത്. ഒരു തകലി കൊട്ടിക്കൊണ്ട്, ഒരു കയ്യിലൊട്ടിക്കുന്ന തമ്പ് കൊട്ടിക്കൊണ്ടുള്ളൊരു പാട്ടാണ് അതിൻ്റെ രംഗം തന്നെ. ജീർണിച്ച താളിയോല കെട്ടിനുള്ളിലെ നാണിച്ചു നിൽക്കുന്ന നാരായ രേഖകൾ മാറത്തടിച്ച് വിളിക്കുകയാണ് ഇപ്പോഴും മാറ്റുവിൻ പ്രാചീന നീതിശാസ്ത്രങ്ങളെ. ഈ പ്രാചീന നീതിശാസ്ത്രങ്ങൾ കൊണ്ട് ഇന്ന് മനുഷ്യന് കാര്യമായ പ്രയോജനമൊന്നുമില്ല എന്നുള്ള ഒരു ഗദ്ഗതം. ഏകദേശം 42 വർഷങ്ങളായി ആ പാട്ട് പാടിയിട്ട് 19 വർഷമായിട്ട് ഈ നീതിന്യായ രംഗത്തെ ഡിലേയെക്കുറിച്ചും അതിൻ്റെ എന്താ പറയുക പൂർണ്ണമായ ഫലങ്ങൾ നമുക്ക് കിട്ടാത്തതിനെ ഉദ്ദേശിക്കുന്ന ഭരണഘടന സ്വപ്നം കണ്ട ആ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇന്നത്തെ വ്യവസ്ഥിതി കൊണ്ട് നടക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു സങ്കടങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിട്ട്. പക്ഷെ ഇന്നും കാര്യമായ മാറ്റങ്ങളൊന്നും എങ്ങും എത്തുന്നില്ല എന്നുള്ളത് ഒരു പരമായ സത്യമാണ്. എന്തുമാകട്ടെ, ആ പാട്ടിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് എന്തുമാത്രം മാറ്റങ്ങൾക്ക് ഈ ചരിത്രം സാക്ഷിയായിട്ടുണ്ട്. സിദ്ധാർത്ഥന്, അർത്ഥശാസ്ത്രം പഠിച്ച സിദ്ധാർത്ഥന് പോലും വന്ന ആത്മീയ മാറ്റത്തെക്കുറിച്ചും ഒരുപാട് CP ചക്രവർത്തിയെക്കുറിച്ചും ഒരുപാട് മാറ്റങ്ങളെക്കുറിച്ച് അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ ചട്ടങ്ങൾക്ക് ഇന്നും മാറ്റം വരുന്നില്ല? ഈ ചട്ടക്കൂടുകൾ ഒന്ന് പൊളിച്ചിട്ട് ചട്ടങ്ങൾക്കൊരു മാറ്റം, അതായത് റൂൾസ് റെഗുലേഷൻസ്, അതിനൊക്കെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഒരുപാട് ഫലം അതിൽ നിന്നുണ്ടാവും എന്നാണ് ആ പാട്ടിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം മുഴുവൻ, അല്ലെങ്കിൽ സന്ദേശം മുഴുവൻ. ഞാനിന്ന് ചിന്തിക്കാൻ ആഗ്രഹിച്ച എൻ്റെ അവസാനത്തെ ഒരു വരി മാത്രമാണ്. ആ അവസാനത്തെ വരിയിൽ നിന്നും പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ ആഗോള സഞ്ചാര ചക്രവാളങ്ങളിൽ മാറ്റൽ കൊള്ളുന്നു ശിക്ഷാക്രമങ്ങളെ മാറ്റുവിൻ മാനവരക്ഷാക്രമങ്ങളായാണ്. ശിക്ഷാക്രമങ്ങളെ മാറ്റുവിൻ മാനവരക്ഷാക്രമങ്ങളായി. ഈ ശിക്ഷാക്രമങ്ങളെ മാറ്റുവിൻ മാനവരക്ഷാക്രമങ്ങളായി എന്ന് ഗദ്ഗത മുഴങ്ങി പാടുന്നത്, തൊണ്ടയിടറി പാടുന്നത് ഈ നീതിശാസ്ത്രങ്ങളോടാണ് എന്നുണ്ടെങ്കിലും എൻ്റെ വ്യക്തിപരമായ ഒരു നിരീക്ഷണത്തിൽ നമ്മൾ ഓരോരുത്തരും എന്തുമാത്രം ആളുകളെയാണ് ദിവസവും ശിക്ഷിക്കുന്നത്. നമ്മൾ വിധിക്കുന്നു, ശിക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ മുഖാന്തരം ഈ ഒറ്റപ്പെട്ട, കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന അവരെല്ലാവരും ഒരർത്ഥത്തിൽ നമ്മൾ ശിക്ഷിച്ചവരാണ്. ആ നമ്മൾ ശിക്ഷിച്ചവരെ ഒരു മാനവരക്ഷാ ക്രമമായിട്ട് നമുക്കൊന്ന് പുനർചിന്തനം നടത്താൻ സാധിച്ചാൽ അവരെ പലരെയും നമുക്ക് രക്ഷിക്കാനാവും. കാരണം നമ്മൾ ശിക്ഷിച്ചത് നമ്മുടെ ഒരു ഏകപക്ഷീയമായ തീരുമാനപ്രകാരമായിരുന്നു. മാറ്റി നിർത്തിയത്, അല്ലെങ്കിൽ വെറുത്തത്, അല്ലെങ്കിൽ വിട്ടുകളഞ്ഞത്, അതെല്ലാം അത് നമ്മുടെ ഓരോരുത്തരുടെ ഏകപക്ഷീയമായ ചിന്തയാണ്. അതിനകത്ത് ഓബ്ജക്റ്റിവിറ്റി ഇല്ല, സബ്ജക്റ്റ്. അത് ആത്മനിഷ്ഠമായിരുന്നു നമ്മുടെ വിധി തീർപ്പ്. അപ്പം ഏകപക്ഷീയമായ വിധി തീർപ്പിൽ നിന്നും അവരുടെ ഭാഗത്തു നിന്നും ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന വ്യക്തികളുടെ ഭാഗത്തു നിന്നും ചിന്തിച്ചുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാറ്റം ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസാക്ഷിയിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനോഭാവങ്ങളിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് നന്നാക്കാൻ പറ്റും. നമുക്ക് വലിയ ഈ ക്രമങ്ങളോ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും സമൂഹത്തിൽ വരുത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ തന്നെ മനോഭാവങ്ങളിൽ നമ്മൾ ശിക്ഷിച്ചവരെ നമുക്കൊന്ന് പുനരാലോചിച്ച് നമ്മുടെ ഒരു മനസ്സിലൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ ഇളവ് കിട്ടും. വെറുപ്പിൻ്റെ സ്ഥാനത്ത് സ്നേഹവും മാറ്റി നിർത്തലിൻ്റെ സ്ഥാനത്ത് ചേർത്ത് പിടിക്കണം നടക്കും. അത് വലിയൊരു മാറ്റമായിരിക്കും. ദൈവം നമ്മെ അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.